രാഷ്ട്രീയ പക്ഷമില്ലാതെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാക്കി കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃകാ ബൂത്ത് സ്ഥാപിച്ചും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും സജ്ജീകരിച്ചിരുന്നു. നമ്മൾ ഇനി ഒറിജിനാലിറ്റിയുള്ള വോട്ടിങ്ങിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിനും മനസ്സിലായി എങ്ങനെയാണ് വോട്ടിംഗ്, അതെല്ലാം ക്ലിയർ ആയിട്ടുള്ളത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി ഒറിജിനാലിറ്റിയുള്ള ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. മാതൃകാ ബൂത്ത് ക്രമീകരിച്ചും ഹരിത പ്രോട്ടോകോൾ പാലിച്ചും BLOയുടെ ചുമതലയിൽ വോട്ടർ സൗഹൃദ സഹായ കേന്ദ്രം ഒരുക്കിയുമായിരുന്നു തെരഞ്ഞെടുപ്പിനെ വിദ്യാർത്ഥികൾ വരവേറ്റത്. ബൂത്തിന് പുറത്ത് നിശ്ചിത നോട്ടീസുകളും സ്ഥാനാർത്ഥി പട്ടികയും പ്രദർശിപ്പിച്ചു. ശുദ്ധജല വിതരണ ക്രമീകരണം ഉൾപ്പെടെ സജ്ജീകരിച്ചു. ബൂത്തിനകത്ത് പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർമാരുടെ ചുമതലകൾ വിദ്യാർത്ഥികൾ വഹിച്ചു. വോട്ടർ പട്ടികയുടെ മാർക്കഡ് കോപ്പിയും സ്മാർട്ട് ഫോണിന്റെ സഹായത്തോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും പ്രവർത്തിപ്പിച്ചാണ് വാശിയേറിയ മത്സരം നടത്തിയത്. സ്കൂളുകളിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ്. ഗവൺമെന്റ് മോഡൽ HSS ആൻഡ് VHSS കരുനാഗപ്പള്ളിയിലും ഇലക്ഷൻ തുടക്കം കുറിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ ശ്രീരഞ്ജൻ, പോളിംഗ് ഓഫീസേഴ്സ് ധ്വനി, ഉജ്വൽ, അനന്യ, മാളവിക എന്നിവരാണ്. ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനും സാമൂഹിക പ്രവർത്തകനുമായ അരവിന്ദൻ മാഷാണ്. ഒരു ജനാധിപത്യ മഹോത്സവം പോലെ തന്നെയാണ് ഗവൺമെന്റ് കരുനാഗപ്പള്ളി സ്കൂളിലും ഇതിന് തുടക്കം നൽകിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ പ്രീതി കുമാരി V, അധ്യാപകരായ അരവിന്ദൻ നാലുകണ്ടത്തിൽ, മഹേഷ് ചന്ദ്രൻ, കണ്ണൻ VN, ഇർഷാദ്, ശ്രീജിത്ത് C, സുബിൻ, രതീഷ് B, നൂർജഹാൻ, അനിമോൾ KC എന്നിവരും NSS, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, NCC അംഗങ്ങളും വിദ്യാർത്ഥി പ്രതിനിധികളായ ശ്രീരഞ്ജൻ R മഹീൻ, അനുനന്ദന, ഗൗരി കൃഷ്ണ B, R ഗൗരി എന്നിവരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.